നമസ്കാരം. ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മധുരമേകി സംസ്ഥാനത്ത് ജില്ലാ തലത്തിലും CDS തലത്തിലും കുടുംബശ്രീയുടെ കേക്ക് വിപണന മേളകൾ വഴിയുള്ള വിറ്റുവരവ് 90,70,754 രൂപ. കുടുംബശ്രീയുടെ കീഴിലുള്ള 1526 യൂണിറ്റുകൾ കേക്ക് വിപണന മേളയുടെ ഭാഗമായി. 4000-ഓളം സംരംഭകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു. ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീ അവതരിപ്പിച്ച ഗിഫ്റ്റ് ഹാമ്പറുകളുടെ വൻ വിജയത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടാണ് ഇക്കുറി ആദ്യമായി കേക്കുകളുടെ ഓൺലൈൻ വിപണനം കൂടി ആരംഭിച്ചത്. ഓരോ ജില്ലയിലും കേക്കുകൾ തയ്യാറാക്കുന്ന യൂണിറ്റുകളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി പ്രത്യേകം കേക്ക് ഡയറക്ടറിയും തയ്യാറാക്കിയിരുന്നു. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ നോക്കാം. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ നിറവിൽ കൊടുങ്ങല്ലൂരിൽ ധീവരസഭാ സമ്മേളനം. പെരിഞ്ഞനത്ത് തീപ്പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പെരിഞ്ഞനം ഓണപ്പറമ്പ് കോഴിപ്പറമ്പിൽ സുബീഷിന്റെ ഭാര്യ 30 വയസ്സുള്ള അർച്ചനയാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് കല്യാണമേളം. 262 വിവാഹങ്ങളാണ് ഇന്നലെ വൈകിട്ട് വരെ ഷീട്ടാക്കിയത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അഖില കേരള ധീവരസഭ കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമ്മേളനം നടത്തി. കൈപ്പമംഗലം ഫിഷർമെൻ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം ധീവരസഭ സംസ്ഥാന പ്രസിഡന്റ് MV വാരിജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. അതിന് തയ്യാറില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടില്ല. ഞാൻ നിങ്ങളെ ഇതൊക്കെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുവരെ നഷ്ടപ്പെട്ടത് 100 സംഭവമായിരിക്കാം. 100 സംഭവം, 100 സിസ്റ്റം നമ്മുടെ കൈവിട്ടു പോയി. പക്ഷെ ആയിരക്കണക്കിന് സിസ്റ്റം ഇനിയുണ്ട് പുറത്ത്. പണ്ട് നാരദ മഹർഷിയോട് ദേവേന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ സകല പുസ്തകവും വായിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് വായിക്കാനായിട്ടൊന്നുമില്ല. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, തിരുമേനികൾ വന്നേ എന്ന് പറഞ്ഞു. അങ്ങ് വായിച്ചത് എന്തോരുണ്ട്? ഇത് മുഴുവൻ ഞാൻ വായിച്ചത്, ഇതിന്റെയൊക്കെ ഗ്രാഹിരിക്കണം. തൊട്ടപ്പുറത്ത് കാണിച്ചുകൊണ്ട് ഇതൊന്നും നോക്കിയെന്ന് പറഞ്ഞു. ഇതൊന്നും നിങ്ങൾ വായിക്കാത്തത് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് 100 സംഭവം കൈവിട്ടുപോയി, നമുക്ക് നടത്താൻ പറ്റിയില്ല. പക്ഷെ ആയിരക്കണക്കിന് ഇപ്പുറത്ത് നിലനിൽക്കുന്നു. കാരണം മാറ്റം, പ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്നു, വിദ്യാഭ്യാസത്തിന്റെ രീതി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിദ്യാഭ്യാസത്തിൽ ഊന്നി പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ എന്തും നടക്കും. താലൂക്ക് പ്രസിഡന്റ് ദിവാകരൻ കുറുപ്പത്ത് അധ്യക്ഷനായി. സംസ്ഥാന ട്രഷറർ PV ജനാർദ്ദനൻ, മാനവശേഷി വികസന സമിതി സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, വേദവ്യാസ ക്ഷേത്ര സമിതി സംസ്ഥാന കൺവീനർ മണി കൗങ്ങൽ, ധീവരസഭ ജില്ലാ പ്രസിഡന്റ് KV തമ്പി, താലൂക്ക് സെക്രട്ടറി KK ജയൻ, ജോയിന്റ് സെക്രട്ടറി രജിത ബിജു തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനത്ത് തീപ്പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പെരിഞ്ഞനം ഓണപ്പറമ്പ് കോഴിപ്പറമ്പിൽ സുബീഷിന്റെ ഭാര്യ അർച്ചനയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അർച്ചനയെ തീപ്പൊള്ളലേറ്റ നിലയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 80% പൊള്ളലേറ്റ നിലയിലായിരുന്ന യുവതിയെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിൽ ഇന്ന് അധികാരത്തിന്റെ ഇച്ഛകളെ മാത്രം അടിച്ചേൽപ്പിക്കുകയാണെന്ന് പ്രൊഫസർ C രവീന്ദ്രനാഥ്. ജനാധിപത്യവും സ്വാതന്ത്ര്യവുമുള്ള ജനതയ്ക്ക് മാത്രമേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാൻ സാധിക്കൂ എന്നും രവീന്ദ്രനാഥ് പറഞ്ഞു. എന്തിനാ നവോത്ഥാനം എന്ന് പറയാ? എന്താണ് ഇതിന്റെ നിർവചനം? എന്താ നവോത്ഥാനം? സെന്റൻസ് എന്ന രീതിയിൽ പറയാം, മാനവികതയുടെ ജ്വലനമാണ് നവോത്ഥാനം. മാനവികത എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ മാനവികതയെ ജ്വലിപ്പിച്ചു കൊണ്ടുവരുന്നതാണ് നവോത്ഥാനം. ജാതി കേന്ദ്രീകൃതമായ വ്യവസ്ഥയിൽ മാനവികത പുറന്തള്ളപ്പെട്ടിരുന്നപ്പോൾ മാനവികതയെ ജ്വലിപ്പിച്ചതാണ് ശ്രീനാരായണ ഗുരു. അതാണ് നവോത്ഥാന നായകൻ. ആ ജ്വലനത്തിനൊപ്പം നിന്നതാണ് മറ്റു നവോത്ഥാന നായകർ. വക്കം മൗലവി, ചാവറയച്ചൻ, ചട്ടമ്പി സ്വാമികൾ, ഇവരെല്ലാം ഈ നവോത്ഥാനത്തിന്റെ ജ്വലനത്തെ കൂടുതൽ കൂടുതൽ ജ്വലിപ്പിക്കാൻ, തീപ്പന്തമാക്കി മാറ്റാൻ ശ്രമിച്ചു. അതാണ് യഥാർത്ഥം. കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി M രാജേഷ് ജില്ലാതല വായനാ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മുഷ്താഖ് അലി, PN ദേവി പ്രസാദ്, UK സുരേഷ് കുമാർ, ER ജോഷി, R പത്മിനി ടീച്ചർ, NS ജയൻ, അഡ്വക്കേറ്റ് അഷ്റഫ് സബാൻ എന്നിവർ സംസാരിച്ചു.
പുസ്തക പ്രസാധന രംഗത്ത് വെള്ളാങ്കല്ലൂരിലെ റെയിൻബോ പ്രിന്റ് ആൻഡ് പബ്ലിഷേഴ്സിന് 1 വയസ്സ്. റെയിൻബോയുടെ 1ാം വാർഷികാഘോഷവും പുതിയ ഓഫീസ് ഉദ്ഘാടനവും VR സുനിൽകുമാർ MLA നിർവഹിച്ചു. പ്രകാശനം നടത്തുന്നുണ്ടെന്ന് കാലം കുത്തിവെച്ച ചിത്രങ്ങളും ശ്രീ ഇബ്രാഹിംകുട്ടി എഴുതിയത് ഏഴിലെ താലി കഥാസമാഹാരം രചയിതാവ് ശ്രീമതി വസന്ത നമ്പ്യാർ, ഈ 2 പുസ്തകങ്ങളും ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടതായി ഞാൻ ഈ വേദിയിൽ പ്രഖ്യാപിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. 1 വർഷക്കാലം പിന്നിടുകയാണ് ഇപ്പോൾ. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുലേഖ അബ്ദുള്ളക്കുട്ടി മുഖ്യാതിഥിയായി. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലിസ് തോമസ്, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രീതി, സിയാവുദ്ദീൻ, ശൈലജ, സീന തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ 2 പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. വിവിധ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് കല്യാണമേളം. 262 വിവാഹങ്ങളാണ് ഇന്നലെ വൈകിട്ട് വരെ ഷീട്ടാക്കിയത്. ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ ഗുരുവായൂർ ദേവസ്വം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പുലർച്ചെ 4 മണി മുതൽ കല്യാണങ്ങൾ ആരംഭിച്ചു. താലികെട്ടിനായി 5 മണ്ഡപങ്ങൾ സജ്ജമാക്കി. താലികെട്ട് ചടങ്ങ് നിർവഹിക്കാൻ ക്ഷേത്രം കോയ്മമാരെ മണ്ഡപത്തിലേക്ക് അധികമായി നിയോഗിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് കല്യാണമേളമാണ്. ക്ഷേത്രം കിഴക്കേ നടയിൽ ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ടാണ് തിരക്ക് നിയന്ത്രിക്കുന്നത്. വരനും വധുവും അടങ്ങുന്ന വിവാഹ സംഘം നേരത്തെ എത്തി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് ക്ഷേത്രം തെക്കേ നടയിലെ പുതിയ നടപ്പന്തലിലെ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങണം. നടപ്പന്തലിൽ വിശ്രമിക്കാൻ സൗകര്യമുണ്ട്. താലികെട്ട് ചടങ്ങിന്റെ ഊഴമെത്തുമ്പോൾ ഇവരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രവേശിപ്പിക്കും. തുടർന്ന് കിഴക്കേ നടയിലൂടെ മണ്ഡപത്തിലെത്തി വിവാഹ ചടങ്ങ് നടത്താം. കല്യാണം കഴിഞ്ഞാൽ വിവാഹ സംഘം ക്ഷേത്രം തെക്കേ നട വഴി മടങ്ങണം. വധൂവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേർക്ക് മാത്രമേ മണ്ഡപത്തിന് സമീപം പ്രവേശനം അനുവദിക്കൂ. ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല. മീഡിയ ടൈം, തൃശൂർ. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിന്റെ ഗ്യാസ് ക്രിമിറ്റോറിയത്തിന് ശിലയിട്ടു. സർക്കാർ ബഡ്ജറ്റിൽ 1 കോടി രൂപ ഉൾപ്പെടുത്തിയ ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. ഒരു സമ്മാനം നേടിയത് എല്ലാവർക്കുമുള്ള പങ്കിന് ഞങ്ങൾ വിലമതിക്കുന്നു. എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ സ്ഥാപനം ഇതിന്റെ തുടർച്ച ഉണ്ടാകണം. ഇതിന്റെ സമ്മാനം കിട്ടിയാൽ മാത്രം പോരാ, തുടർച്ച ഉണ്ടാവണം. പിന്നെ ഡോക്ടർ ഞാൻ പഠിപ്പിച്ച ആളാണ്. ശരിട്ടാ. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഡോക്ടർക്കാണത് നൽകണം. ഡോക്ടർ ആവില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ അധ്യക്ഷത വഹിച്ചു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിത മുരളീധരൻ, CS സുജിത്ത്, വിനീത രമേശ്, KM അഫ്സാദ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ധീവര സഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ നിറവിൽ കൊടുങ്ങല്ലൂരിൽ ധീവര സഭാ സമ്മേളനം. പെരിഞ്ഞനത്ത് തീപ്പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പെരിഞ്ഞനം ഓണപ്പറമ്പ് കോഴിപ്പറമ്പിൽ സുബീഷിന്റെ ഭാര്യ 30 വയസ്സുള്ള അർച്ചനയാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് കല്യാണമേളം. 262 വിവാഹങ്ങളാണ് ഇന്നലെ വൈകിട്ട് വരെ ഷീട്ടാക്കിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.